ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 20-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1799 ഇടവമാസം 6-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 30-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:31 നാളത്തെ തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 4:06 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 4:06 കൊണ്ട് ദ്വാദശി തിഥി അവസാനിക്കും. പിന്നീട് ത്രയോദശി തിഥിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പ്രദോഷ സന്ധ്യ വ്രതം എടുക്കുന്നവർ നാളെ തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം എടുക്കണം. കാരണം ചൊവ്വാഴ്ച ദിവസം ത്രയോദശി തിഥി നേരത്തെ തന്നെ അവസാനിക്കുന്നത് കൊണ്ട് നാളെയാണ് ത്രയോദശി തിഥി വന്നു ചേരുന്നത്. പ്രദോഷ സന്ധ്യാസമയത്ത്, അതായത് പ്രദോഷ സന്ധ്യാവ്രതം എടുക്കാൻ വേണ്ടി സന്ധ്യാസമയത്ത് ത്രയോദശി തിഥി വന്നു ചേരുന്നത് നാളെയാണ്. അതുകൊണ്ട് നാളെയാണ് എടുക്കേണ്ടത്. നാളെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7 മണി വരെയുള്ള സമയത്താണ് പ്രദോഷ സന്ധ്യാവ്രതം എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച പുലർച്ചെ 3:18 ഈ ചിത്ര നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ 5:49 തിങ്കളാഴ്ച പുലർച്ചെ 3:18 ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത്. ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ 5:49 അപ്പോൾ ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച പുലർച്ചെ 3:18 മുതൽ ചൊവ്വാഴ്ച രാവിലെ 5:49 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്ര നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രം അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം കൂടി ഞാൻ എടുത്തു പറഞ്ഞുതരാം. തിങ്കളാഴ്ച പുലർച്ചെ 3:18 മുതൽ തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദ നക്ഷത്ര ജാതകരാണെന്നും തിങ്കളാഴ്ച വൈകുന്നേരം 4:33 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെ ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിത്ര നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത മഹേശ്വരനാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പുലിയാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം കൂവളമാണ്, ചൊവ്വദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്ര നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത്, ചിത്ര നക്ഷത്ര ജാതകർ ആഡംബര വസ്തുക്കളിലും വർണ്ണവൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. അധ്വാനിച്ച് പ്രവർത്തന വിജയം നേടുവാൻ കഴിവുള്ളവരാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ, സമ്പത്തും ധനവും എല്ലാം കൊടുക്കുവാൻ മടി കാണിക്കാത്തവരാണ്. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഇവർക്ക് കുറവാണ്. അതുപോലെ തന്നെ ഇവരുടെ ബാല്യം കഷ്ടതകൾ നിറഞ്ഞതാണ്. മാത്രമല്ല ഇവർ ജനിച്ചു കഴിഞ്ഞാൽ, ചിത്ര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് പിതാവിന് സാമ്പത്തികമായ കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ആ വീടും സ്ഥലവും വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ട സാഹചര്യങ്ങളും വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു. ചിത്ര നക്ഷത്ര ജാതകർ വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക, പൂയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ചിത്ര നക്ഷത്ര സ്ത്രീകൾ സഞ്ചാരശീലരും അന്യദേശവാസം ആഗ്രഹിക്കുന്നവരുമാണ്. കൂടുതലായിട്ടും അന്യദേശത്തോ അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഭരണ പ്രിയരാണ്. എന്നാൽ ചിലരുടെ ആഭരണങ്ങളൊക്കെ പണയം വെച്ചോ നഷ്ടപ്പെട്ടോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇവരുടെ കുടുംബജീവിതത്തിൽ ഭർതൃവിരഹം, സന്താനഭാഗ്യക്കുറവ് എന്നിവ അനുഭവയോഗ്യമാണ്, അനുഭവത്തിൽ വന്നു ചേരുന്ന കാര്യമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചിത്ര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കൾ ഇതൊക്കെ നോക്കി സന്താനഭാഗ്യമുണ്ടോ, ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുമോ, ഭർതൃഭാഗ്യമുണ്ടാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിൻ്റേതായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം ഈ കുട്ടികളെ വളർത്തി വലുതാക്കി അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊടുക്കുവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾ ചെയ്യണം. പലപ്പോഴും പലരും അത് ചെയ്യുന്നില്ല. വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ചെറുക്കനെ തപ്പിപ്പിടിച്ച് കെട്ടിച്ചു വിടുന്നു. പിന്നീട് അവരാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വിവാഹപ്രായത്തിലുള്ള വിവാഹപ്രായത്തിൻ്റെ സമയത്തൊക്കെ ഈ ചിത്ര നക്ഷത്ര ജാതകർക്കൊന്നും ഇതിനെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ചോ ഇങ്ങനെയുള്ള അറിവുകളെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയുമില്ല. അപ്പോൾ മാതാപിതാക്കളാണ് ഇതൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി
അറിവ് നേടി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതം, ആ ചിത്രനക്ഷത്ര ജാതകരുടെ ജീവിതം ശോഭനമാക്കി തീർക്കാനുള്ള കടമയും കൂടി ഇവർക്കുണ്ട് എന്നുള്ള, മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ചിത്രനക്ഷത്ര ജാതകരുടെ ബാല്യകാലം കഷ്ടത നിറഞ്ഞ എന്ന് പറയുന്നത്, ചിത്രനക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്ന ദശാകാലം ചൊവ്വയുടെ ദശാകാലമാണ്. 7 വർഷമാണ് അതിൻ്റെ കാലാവധി. 7 വർഷം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. ചിലപ്പോൾ 5 വർഷമൊക്കെ ആയിരിക്കും വന്നു ചേരുക, 4 വർഷം, അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലൊക്കെ വന്നു ചേരാം. പക്ഷേ തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് രാഹുവിൻ്റെ ദശാകാലമാണ്. അത് 18 വർഷമുണ്ട്. അപ്പോൾ ചിത്രനക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു, ഒരു 4 വർഷം അതിന് ചൊവ്വയുടെ ദശാകാലം ഉണ്ടെങ്കിൽ 4 വയസ്സ് വരെ ആയിരിക്കും. പിന്നീട് 18 വർഷം രാഹുവിൻ്റെ ദശാകാലം, 18 4 22. അപ്പോൾ ഈ സമയം ഈ കുട്ടിക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, കഷ്ടതകൾ നിറഞ്ഞൊരു ബാല്യകാലം തന്നെയായിരിക്കും. കാരണം ചൊവ്വയുടെ ദശാകാലത്ത് ചൊവ്വ അനിഷ്ടസ്ഥാന സ്ഥിതനായിട്ടാണ് ഈ ചിത്രനക്ഷത്ര ജാതകത്തിൽ ചിത്രനക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ, ചൊവ്വ അനിഷ്ടസ്ഥാന സ്ഥിതനായിട്ടുള്ള സമയത്താണ് ചിത്രനക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ, ആ കുട്ടിക്ക് തലച്ചോറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ന്യൂനതകൾ വന്നു ചേരാം. അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. തല സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ആ കുട്ടിക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ പിന്നീട് ചികിത്സിച്ചൊക്കെ മാറ്റണം. അപ്പോൾ അത് പിന്നീട് ആ കുട്ടിയുടെ ബാല്യകാലമൊക്കെ കഷ്ടത നിറഞ്ഞ അനുഭവത്തിലേക്ക് പോകും എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഈ സമയത്ത് ഈ ചൊവ്വ അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിലുള്ള തലയോ തലച്ചോറ് സംബന്ധിച്ചോ ഉള്ളതോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി ഉള്ള ഒരു രോഗം അല്ലെങ്കിൽ ഒരു പ്രയാസം ആ കുട്ടിക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് പരിഹരിക്കപ്പെട്ട് പോകണമെങ്കിൽ പിന്നീട് ഈ 4 വർഷം, 4 വയസ്സ് കഴിഞ്ഞു, അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീട് രാഹു ദശാകാലം ആ കുട്ടിക്ക് അനിഷ്ടസ്ഥാന മോശമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, അതായത് രാഹുവും അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ രാഹുവിൻ്റെ ദശാകാലവും മോശമായിരിക്കും. അങ്ങനെ 18 4 22 വയസ്സ് വരെ ആ കുട്ടിയുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ സമയമായിരിക്കും. ഈ സമയത്ത് ഈ കുട്ടിയുടെ പിതാവിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടും വസ്തുവൊക്കെ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ട സാഹചര്യമൊക്കെ വന്നു ചേരും. അപ്പോൾ ഇതൊക്കെ കുട്ടി ജനിക്കുമ്പോൾ ഗ്രഹനില എടുത്ത് പരിശോധിച്ച് ദോഷമുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം. അതിനാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ രാഹു ദശാകാലത്ത് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസവും എല്ലാം തടസ്സപ്പെട്ടു പോകും. മാതാപിതാക്കൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. അങ്ങനെ കഷ്ടം നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും അവരുടെ ബാല്യകാലം കടന്നു പോകുക. അതിനുശേഷം പിന്നെ വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം 16 വർഷമുണ്ട്. അപ്പോൾ 22 6 28 10 38 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ആ സമയം ഏറെക്കുറെ അനുകൂലമാണെങ്കിൽ നല്ല രീതിയിലൊക്കെ പോവും. ഒരുപക്ഷെ ആ സമയത്താണ് ഈ കുട്ടിയുടെ വിവാഹമൊക്കെ നടന്നു പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ 38 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിയുടെ ദശാകാലം. 38 9 47 10 57 വയസ്സ് വരെ ശനിയുടെ ദശാകാലമാണ്. 57 കഴിഞ്ഞാൽ പിന്നെ 74 വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമാണ്. ബുധൻ്റെ ദശാകാലം 74 വയസ്സ് കൊണ്ട് തീരും. പിന്നീട് 7 വർഷം കേതുവിൻ്റെ ദശാകാലമാണ്. 81 വയസ്സായി. 81 വയസ്സ് കഴിഞ്ഞാൽ 20 വർഷം ശുക്രൻ്റെ ദശാകാലം. അപ്പോൾ 81 20 101 101 കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യൻ്റെ ദശാകാലം. 107 10 വർഷം ചന്ദ്രൻ്റെ ദശാകാലം. 117. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ ഗ്രഹനില എടുത്ത് പരിശോധിക്കുക. എന്തെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ഈ കുട്ടിയുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴദശാകാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 22 6 28 10 38 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരും ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ തുടങ്ങും. അവരവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ജ്യോതിഷപരമായിട്ടൊക്കെ മനസ്സിലാക്കി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് അവർ ജീവിച്ചു പോകും. അപ്പോൾ ഇവരുടെ ഈ ബാല്യകാലവും വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ അവരുടെ തൊഴിൽ കിട്ടുന്ന സമയമൊക്കെ ദോഷം നിറഞ്ഞ സമയമാണോ എന്നുള്ളത് മാതാപിതാക്കളാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് അവരെ നല്ല നിലയിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ടതും മാതാപിതാക്കളുടെ ചുമതലയാണ്. അത് മാതാപിതാക്കൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം ചിത്ര നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് നോക്കാം. നാളെ തിരുവോണം, അവിട്ടം, പൂരം, മകരം, തിരുവാതിര, ആയില്യം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. നാളെ തിരുവോണം, അവിട്ടം, പൂരം,
മകയിരം, തിരുവാതിര, ആയില്യം, അത്തം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം വളരെ അനുകൂലമായ നല്ല ഫലങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണെന്ന് പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, പൂയം, മകം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, പൂയം, മകം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകാരൊക്കെ ശ്രദ്ധിക്കണം. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള തിരുവോണം, അവിട്ടം, പൂരം, മകരം, തിരുവാതിര, ആയില്യം, അത്തം എന്നീ നാളുകാർ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി നാളത്തെ ദിവസത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് അശ്വതി, പൂയം, മകം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് അവർ വളരെയേറെ ശ്രദ്ധിക്കണം. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ട് ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കുമെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളെ തിങ്കളാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം ഏതൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞു തരാം. തിങ്കളാഴ്ച രാവിലെ 6 മണി 7 മുതൽ 7:37 വരെ ശുഭസമയമാണ്. അതിനുശേഷം 10 മണി 37 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി 7 വരെ ശുഭസമയമാണ്. നാളെ തിങ്കളാഴ്ച ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. നാളത്തെ ദിവസം ചന്ദ്രന് പൂർണ്ണ ബലമുള്ള ദിവസമാണ്. നാളത്തെ തിങ്കളാഴ്ച ശുക്ലപക്ഷ തിങ്കളാഴ്ചയാണ്. അതായത് വെളുത്ത പക്കത്തിലെ തിങ്കളാഴ്ചയാണ്. ചന്ദ്രന് ബലമുള്ള സമയമാണ്. നാളത്തെ ദിവസം പല കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നാളത്തെ ദിവസം ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് വിജയിക്കുക, ജീവിത വിജയം നേടുക എന്ന് ഓർപ്പിക്കുന്നു. ഇനിയും ഈ അധ്യായത്തിൽ അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 20 അപ്പോൾ ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും മെച്ചപ്പെട്ട നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. നാളത്തെ ദിവസം എന്തുകൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണ്. പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരും. കൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ ഉള്ള ഒരു അനുകൂലമായ ഘടകമാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഫോളോ ചെയ്യുക. ഇനിയും ഒരറിയിപ്പ് പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് സ്ഥിരം കേൾക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളും പ്രയോജനങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. ഓരോ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളാൽ നീറിപ്പുകഞ്ഞ അവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് അവരൊക്കെ ഈ വീഡിയോ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കലഹമുണ്ടാകുന്ന, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ അവർക്ക് മനസ്സിലാകുമ്പോൾ അവരൊക്കെ അതിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറും. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്നതിൽ മിതത്വം പാലിക്കും. അവർ കുടുംബാംഗങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കും, ബഹുമാനിക്കാൻ ശ്രമിക്കും, ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ ശ്രമിക്കും, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു സ്വഭാവ രീതി അവരിൽ വന്നു ചേരുന്നുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥയും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ പല ഭവനങ്ങളിലും ഇന്ന സമയത്ത് നിങ്ങളുടെ പിതാവ് കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേന കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിതാവ് ഒഴികെ മറ്റുള്ളവരെല്ലാം പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ സംയമനം പാലിക്കുന്നു. പിതാവിനോട് ശത്രുതയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ശത്രുതയ്ക്ക് പോകാതെ വരുന്നത് കൊണ്ട് പിതാവിൻ്റെ സമയദോഷം കൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നുള്ളൊരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട്, സംസാരിക്കുന്നത് കൊണ്ട് അവർ ആ സമയത്ത് കൂടുതൽ പിതാവിനെ സ്നേഹിക്കുന്നുണ്ട്, പിതാവിനെ ബഹുമാനിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു കലഹം ഒഴിവായി, അല്ലെങ്കിൽ തമ്മിലടി നടന്നേനെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അറിവാണ് ഈ നക്ഷത്രബലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന നക്ഷത്രബലത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വളരെ വിലയേറിയ ഒരു അനുഭവമാണ് നക്ഷത്രബലം, ഒരു അറിവാണ് നക്ഷത്രബലം. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നക്ഷത്രബലം നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം എന്താണ് ഫലം എന്നുള്ളത് ചിന്തിക്കാം. നാളത്തെ ദിവസം ആരുടെ ദിവസമാണ്? തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രനാണ് നാളത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചിരിക്കും 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ പ്രകൃതീശ്വരൻ
മനുഷ്യൻ്റെ നാളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ അതൊരു അറിവായിട്ടാണ് പ്രകൃതീശ്വരൻ 27 നക്ഷത്ര ജാതകർക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്. മനുഷ്യരെയാണ് 27 നക്ഷത്ര വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തത് ഒരു അറിവാണ്, പ്രകൃതീശ്വരൻ ഒരു അറിവാണ് കൊടുത്തിരിക്കുന്നത്. ഈ അറിവിനെ നമ്മൾ സ്വീകരിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക. അപ്പോൾ ഏത് കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. അറിവിൽ കൂടി വേണം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അറിവ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നല്ലതാണ്, നമ്മുടെ ജീവിതത്തെ വളർച്ചയിലേക്ക് നയിക്കുവാൻ നല്ലതാണ്. അപ്പോൾ ഒതുങ്ങേണ്ടിയ സാഹചര്യത്തിൽ ഒതുങ്ങിയും, അതുപോലെ തന്നെ നമ്മൾ വിശാലത വരുത്തേണ്ട സമയത്ത് വിശാലത വരുത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അറിവ് വേണം. അപ്പോൾ ആ അറിവാണ് നക്ഷത്രപരമായിട്ട് ഞാൻ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്ര ജാതകർ, മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം, അതായത് നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ അനുകൂലമായ സാഹചര്യമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറഞ്ഞു തരുവാനുള്ളത്. 4:33 വരെ അനുകൂലമായ സമയമല്ല. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. രോഗം, ദുഃഖം, പ്രയാസം, കടം എന്നിവയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചന്ദ്രൻ ഇവരുടെ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ 6ാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യും. അതിനൊരു ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളിൽപ്പെട്ട ഒരു നക്ഷത്ര ജാതകന്, അല്ലെങ്കിൽ അശ്വതി, ഭരണിയോ കാർത്തികക്കാലോ നക്ഷത്ര ജാതകൻ്റെ ഒരു ആരെങ്കിലും, അതായത് ആ ജാതകൻ്റെ മകൻ ഇപ്പോൾ ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്ര 2 പാദം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പൂർണ്ണ നക്ഷത്രമായിട്ട് വരുന്നത് അത്തം നക്ഷത്രമാണ്. അപ്പോൾ ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകൻ്റെ മകൻ അത്തം നക്ഷത്ര ജാതകനാണ്, 6ാം ഭാവത്തിലുള്ള നക്ഷത്ര ജാതകനാണ്. അശ്വതി നക്ഷത്ര ജാതകൻ്റെ മകൻ കന്നിക്കൂറിൽപ്പെട്ട, കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ അവരുടെ 6ാം ഭാവം വരും, 6ാം ഭാവത്തിലുള്ള അത്തം നക്ഷത്ര ജാതകനാണെങ്കിൽ ഈ ജാതകൻ മുഖേന, അത്തം നക്ഷത്ര ജാതകൻ മുഖേന അശ്വതി നക്ഷത്ര ജാതകനായ പിതാവിന് സാമ്പത്തികമായ കടബാധ്യതകൾ വന്നു ചേരും, സാമ്പത്തിക നഷ്ടമുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ അവിടെ നിന്നാൽ എന്താണ്? 6ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നൊക്കെയാണ് വന്നു ചേരുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അതിനുശേഷം ചന്ദ്രൻ 7ാം ഭാവത്തിലേക്കാണ് വന്നു ചേരുന്നത്. 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ എന്താണ്? നല്ല അനുഭവങ്ങളാണ്. ചന്ദ്രൻ കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ ഇപ്പോൾ ശുക്ലപക്ഷമായതുകൊണ്ട് ചന്ദ്രൻ ശുഭഗ്രഹത്തിൻ്റെ ഫലം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. അപ്പോൾ നാളത്തെ ദിവസം ഈ തിങ്കളാഴ്ച 4:33 കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാരുടെ ജീവിതത്തിൽ സമ്പത്ത്, സൗഭാഗ്യം, തൊഴിൽപരമായ ഉയർച്ച, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 4:33 ശേഷം അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നൊരു സമയമാണ്, നേട്ടം വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ 7ാം ഭാവം കുടുംബഭാവമായതുകൊണ്ടും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന തുലാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും സ്ത്രീ മൂലം ധനഹാനി, മാനഹാനിയും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, അങ്ങനെ നല്ല കുടുംബജീവിത സുഖം, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറ്റം, വിദ്യ കൊണ്ടുള്ള ഉന്നതി, അങ്ങനെ എല്ലാം കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ 4:33 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ പ്രതികൂലമായ അനുഭവങ്ങളിലേക്കാണ് അവർ വന്നു ചേരുന്നത്. അവർക്ക് പിന്നെ രോഗം, ദുഃഖം, കടം, പ്രയാസം, പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ആ സമയം മുതൽ ആരംഭിക്കാൻ തുടങ്ങും. അത് ചൊവ്വാഴ്ച പുലർച്ചെ 5:49 കൊണ്ട് അതങ്ങ് അവസാനിക്കും. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ അവർക്ക് ധനനേട്ടത്തിൻ്റെ സമയമാണ്.
വീട്, വസ്തു, വാഹനം, ഭൂമി വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നല്ല പുത്രഗുണം വന്നു ചേരുന്ന സമയമാണ്. വാഹനയോഗം വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരം 4:33 കഴിഞ്ഞാൽ പിന്നെ അവരുടെ 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ വന്നു ചേരുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് ചന്ദ്രനെ ശത്രുവായി കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രമായ തുലാം രാശിയിലേക്കാണ് വന്നു ചേരുന്നതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവിടെ ആ സമയം മുതൽ അവർക്ക് അല്പം പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്ത്രീ മുഖേനയുള്ള വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന അത് മുഖേന മാനഹാനി, ധനനഷ്ടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പായിട്ട് അത് ഞാൻ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ആ സമയം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് രാത്രികാലമാണ്. വൈകുന്നേരം 4:33 കഴിഞ്ഞാൽ പിന്നെ നേരം പുലർച്ചെ വരെ 5:49 വരെയുള്ള സമയം അത് രാത്രികാലമാണ്. എല്ലാവരും സ്വസ്ഥമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെക്കുറിച്ച് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെക്കുറിച്ച് പറയാനുള്ളത്, നാളത്തെ ദിവസം അവർക്ക് സഹോദര ഗുണമുള്ള ഒരു ദിവസമാണ്. സഹോദര ഗുണം വന്നു ചേരുന്നൊരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. അത് അവർക്ക് 4:03 വരെ, തിങ്കളാഴ്ച വൈകുന്നേരം 4:03 വരെ സഹോദരങ്ങളാലുള്ള നേട്ടമാണ് അവർക്ക് വന്നു ചേരുക. അതിനുശേഷം അവർക്ക് പിന്നീട് അവർക്ക് ദോഷമായിട്ടൊന്നും വന്നു ചേരുന്ന സമയമല്ല. 4:33 ശേഷവും അവർക്ക് അനുകൂലമായ നല്ല അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. എങ്കിലും സ്ത്രീ മുഖേനയുള്ള ശത്രുതകൾ അവരെ വേദനിപ്പിക്കുന്നൊരു സമയമാണ്. ആ സമയം രാത്രികാലങ്ങളിൽ ഇവരുടെ ഭവനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ സ്ത്രീ മുഖേനയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരമൊക്കെ ഉണ്ടായി അവിടെ കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ പ്രശ്നത്തിനോ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവർക്ക് സഹോദര ഗുണം വന്നു ചേരുന്നൊരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും എല്ലാം വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ അവർക്ക് നാളത്തെ ദിവസം ഇതുപോലെ തന്നെ സ്ത്രീ മുഖേനയുള്ള വിഷയങ്ങളിൽ പ്രശ്നമുണ്ടാകുവാൻ, സഹോദരങ്ങൾ മുഖേനയുള്ള വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകുവാനും അവർ മുഖേനയുള്ള നഷ്ടങ്ങൾ വരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് സുഖം, ധീരത, അതുപോലെ തന്നെ ധനനേട്ടം എന്നിവയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഏത് കാര്യത്തിലും ധൈര്യമായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നൊരു ദിവസമാണ്. ഇച്ചിരി ധൈര്യമൊക്കെ കാണിക്കുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബസുഖം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവർക്ക് സൗന്ദര്യം വർദ്ധിച്ചതുപോലെയുള്ള ഒരു ആരോഗ്യസ്ഥിതി വന്നു ചേരാം. നല്ല സമയമാണ്. പക്ഷെങ്കിൽ അവർക്കും നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ കുടുംബത്തിൽ ഉണ്ടായി അവിടെ അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ പ്രശ്നത്തിനോ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പൂർണ്ണമായിട്ടും അവർക്ക് തൃപ്തികരമായ അനുഭവങ്ങളല്ല. പക്ഷെങ്കിൽ കുടുംബസുഖം, ധനനേട്ടം, എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷയുണ്ട്. എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നാലും അവിടെ ഒരു ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആ ശത്രുത മുഖേന ഇതൊക്കെ ഇല്ലാതാകുവാനും സാധ്യതയുണ്ട്. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. പല കാര്യങ്ങളിലും നഷ്ടസാധ്യത നിലനിൽക്കുന്നൊരു തൊഴിൽപരമായ നഷ്ടം, അലസത, കാര്യപ്രാപ്തിക്കുറവ്, നയനരോഗം, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അന്യദേശവാസം, വീട് വിട്ട് മാറി താമസിക്കാനുള്ള ചിന്താഗതി, ഇതൊക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനഹാനി ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ അതിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം 4:33 കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അനുകൂലമായ സമയം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ആ സമയം ഇവർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായി വരും. പല കാര്യങ്ങളിലും നേട്ടം വന്നു ചേരാവുന്ന ഒരു സമയമാണ്. ധനപരമായ നേട്ടമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ആ സമയം 4:33 കഴിഞ്ഞാൽ പിന്നെ രാത്രിയായി പുലർച്ചെ 5:49 വരെയും അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്.
വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന സമയമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അവർക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ആ സമയത്ത് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത്. ഭാഗ്യകരമായ അനുഭവങ്ങളാണ്. അതിനുശേഷം അവർക്ക് തിങ്കളാഴ്ച വൈകുന്നേരം 4:33 കഴിഞ്ഞാൽ തിക്ത അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാം. അപ്പോൾ മാനസികമായും ശാരീരികമായ പ്രയാസങ്ങൾ, പല കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസത്തിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, മാനസികവും ശാരീരികമായ തളർച്ച, ക്ഷീണം, പ്രയാസം, അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി അവർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ കൂടിയായിരിക്കും അവർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാളത്തെ ദിവസം എല്ലാം കൊണ്ടും നേട്ടമുള്ളൊരു ദിവസമാണ്. അവർക്ക് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ലാഭം ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങളാണ് അവർക്ക് വന്നു ചേരേണ്ടത്. കാരണം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് അവരുടെ തൊഴിൽപരമായ സാഹചര്യങ്ങളിൽ കൂടിയും അവരുടെ പ്രവർത്തന മേഖലയിലുള്ള വിജയം വന്നു ചേരുന്ന ഭാവത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാണെങ്കിലും നാളത്തെ ദിവസം ഇവർക്ക് ദോഷം വന്ന് ചേരുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടം, ധനപരമായ നേട്ടം എല്ലാം വന്നു ചേരുന്ന അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഓൾറെഡി അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ട്. എങ്കിലും അവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ ആണ് കുറവുള്ളത് എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, ഔട്ടം 2 പാദം. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം, അതുപോലെ തന്നെ ദാമ്പത്യ സുഖം, അവർക്കെല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖമുണ്ട്, നേട്ടം പ്രതീക്ഷിക്കാൻ, തൊഴിൽ ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ പ്രതികൂലങ്ങളായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 4:33 ശേഷം അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അങ്ങനെ ഉള്ള അനുഭവങ്ങളാൽ നാളത്തെ ദിവസം അവരുടെ ജീവിതം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം 4:33 വരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അവർക്ക് ദാമ്പത്യ ജീവിത സുഖമൊക്കെ പ്രതീക്ഷിക്കാം. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിൽ കൂടിയൊക്കെ കടന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം, സമ്പത്ത്, സൗന്ദര്യം എല്ലാം വർദ്ധിച്ച് എല്ലാം കൊണ്ടും നല്ല ഒരു തൃപ്തികരമായ അനുഭവം തിങ്കളാഴ്ച വൈകുന്നേരം 4:33 വരെ ഉണ്ടാകും. അതിനുശേഷം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് കോപിഷ്ഠനായി, പെട്ടെന്ന് അങ്ങ് വയലൻ്റായി. അപ്പോൾ എന്ന് പറയത്തില്ലേ, ഇത്രയും നേരം ചിരിച്ചുകൊണ്ട് സംസാരിച്ച ആ മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് വയലൻ്റായി, പെട്ടെന്ന് അയാളുടെ സ്വഭാവം മാറി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തിങ്കളാഴ്ച വൈകുന്നേരം 4:33 കഴിയുമ്പോൾ ഈ സ്വഭാവത്തിനെല്ലാം, ഈ അനുഭവത്തിനെല്ലാം മാറ്റം വരും. പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. അത് ചൊവ്വാഴ്ച പുലർച്ചെ 5:49 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട. മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ഓം നമഃശിവായ മന്ത്രം ചൊല്ലുക, നിത്യവും ചൊല്ലണം ഓം നമഃശിവായ മന്ത്രം. ആ മന്ത്രത്തിൻ്റെ ശക്തിയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും എത്ര അനുഭവങ്ങൾ എന്നോട് ആദ്യകാലത്ത് പങ്കുവച്ചു. എന്നാൽ ഇപ്പോൾ അവരൊക്കെ സന്തോഷം കൊണ്ട് അവർ ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകിയ ഒരു ചാനലാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ ഈ ജ്യോതിഷ ചാനൽ. ഒരുപാട് പേരുടെ കുടുംബ ജീവിതങ്ങളാണ് രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു.